എല്ലാ ഗൈസോ ടെക്നിക്കലിസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മളിപ്പോൾ ഒരു സെർവറിലാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം സർവൈവൽ സീരീസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ബെഡ് വാർ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ആ പോർട്ടലിൽ കൂടെ ഇങ്ങോട്ട് കയറി വന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ കളിക്കുന്ന സെർവറിൻ്റെ പേര് ഹൈവ് എന്നാണ്. ഇതിൻ്റെ ഐപ്പിയും പോർട്ടും എനിക്ക് തരാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പരിപാടി അറിയത്തില്ല ഗൈസ്. ഇങ്ങനെ ഐപ്പിയും പോർട്ടും അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് നേരെ ബെഡ് വാറുകളിലേക്ക് പോകാം. ഞാൻ അധികം വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ ആരും സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ബെഡ് വാർ കളിച്ചിട്ടുകൾ. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കെമോൺ ഫസ്റ്റ്. ഈ ഗെയിമിൽ കുറേ ഗെയിംസ് ഉണ്ട്. ബെഡ് വാറിൽ സോളോ ഉണ്ട്, ഡ്യൂസ് ഉണ്ട്, സ്ക്വാഡ്സ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞൊരു കാര്യം പറ്റേ ഗൈസ്, ഇത് ബെഡ് വാർ മാത്രമല്ല, ഇതിൽ വേറെ ഗെയിംസ് ഉണ്ട്. ഞാൻ ഇത് കയറിയതിന് ശേഷം പോർട്ടലിലോട്ട് കൂടെ കയറിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് പീലേക്ക് ഇതായത്. ഇനി നിങ്ങൾക്ക് ഈ ഗെയിം വേണ്ടെങ്കിൽ ഇത് ബെഡ് വാറിൻ്റെ സെക്ഷനാണ് ഗൈസ്, അല്ലാതെ വേറെയും ഗെയിംസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് ഈ സെക്ഷൻ ബെഡ് വാറിൻ്റെ സെക്ഷനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് എനിക്കിപ്പോൾ ഡ്യൂസ് കളിക്കുന്നതാണ് ഇഷ്ടം. സോളോ കഴിഞ്ഞ് നല്ല ഡ്യൂസാണ്. ഞാൻ ഡ്യൂസ് കളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് 6 പ്ലെയേഴ്സും കൂടെ ഉണ്ടെങ്കിലേ ഈ ഗെയിം സ്റ്റാർട്ട് ആവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ ഞാൻ ഈ ഇലങ്ങ് ചുറ്റിക്കറങ്ങി നടക്കാം. അയ്യോ, 6 പ്ലെയേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. 13 സെക്കൻഡ് കൊണ്ട് സ്റ്റാർട്ടാവും. അയ്യോ, ഗൈസ് അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ബെഡ് വാറിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ മഞ്ഞ ബെഡാണ്. ഗൈസ് എനിക്കെന്നെ എടുക്കാൻ പറ്റില്ല. ആദ്യം 16 എണ്ണം മേടിക്കാം, എന്നിട്ട് വീട്ടിൽ പോയി മേടിക്കാം. ഗൈസ് ഞാൻ വേഗം അതിൻ്റെ ബെഡ് കവർ ചെയ്യട്ടെ. വേഗം വീണ്ടും പോയിട്ട് കവർ ചെയ്യാം. 14 32 എണ്ണം പിന്നെയും കിട്ടി. രണ്ടെണ്ണം 2 ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഒരു പട്ടി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആരെൻ്റെ ബെഡ് പൊട്ടിക്കാൻ വരുന്നുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഗൈസ്. അതേതവനാണെങ്കിലും ശരി, അവനെ ഞാൻ കൊല വറി കേൾപ്പിച്ച് കൊടുക്കപ്പെടും. ആര് 2 പേരുടെ ബെഡ് പൊട്ടിപ്പോയി ഗൈസ്. എൻ്റെ ബെഡ് ഞാൻ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാം. എൻ്റെ ഫുള്ളും തീർന്നു. ഇനി വരുന്നവന്മാരെ തല്ലി ഓടിക്കുക, അതെനിക്കിനി ചെയ്യാനുള്ളൂ. അവിടെ ഡയമണ്ടാണ് പെയ്യുന്നത് ഗൈസ്. ആരും ഇനി ഇങ്ങോട്ട് വരികയല്ലേ, പേടിക്കണ്ട. 36 എണ്ണം പിന്നെയും കിട്ടി. അപ്പം അത്രയും കിട്ടി. ആരത് ആരുമില്ല.
എൻ്റെ ബെഡ് ആരും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്ത് വെക്കാൻ പോവാണ്. അതിവിടെ ഇരിക്കട്ടെ. മൂന്ന് ലെയർ, എത്രത്തോളം ലെയർ കംഫോർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നോ അത്രത്തോളം ലെയർ കംഫർട്ട് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയും പോരട്ട്. ഈ ബെഡ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ആരും എന്നെ ആക്രമിക്കാൻ വരുന്നു. എടാ ലാഗ് മാറാ. ഏതവനാടാ നീ? അയ്യോ, ബെഡ് ഡിസ്ട്രോയ്. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടത് മൊത്തം വെറുതെ ആയേ. എൻ്റെ ബെഡ് പൊട്ടിച്ചേ. അവന്മാർ ഇതിലും വഴിയാ വന്നത്. നിനക്കിട്ടൊക്കെ പണി തരുടാ ഞാൻ. 20 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വീട് റീസ്പോൺ ആവാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും ഗെയിം തുടങ്ങാൻ പോവാം. ഈ സർവർ പൊട്ടിക്കാൻ സമയമായിട്ടുണ്ട്. ഈ പ്രാവശ്യം സ്ക്വാഡാ കളിക്കാൻ പോകുന്നത്. അവന്മാർ എൻ്റെ ബെഡ് താജി പൊട്ടിച്ച്. ഇപ്രാവശ്യം അവന്മാരുടെ കൊലവള്ളി ഞാൻ പൊറിച്ചടിക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞാൻ എൻ്റെ സ്ക്വാഡിനകത്തുള്ള എല്ലാവരും പ്രാന്ത് പിടിച്ച കുറേ അരക്കം പൊട്ടി പിടിച്ച അവന്മാരാണ്. ഇപ്രാവശ്യം അവന്മാരെ കോയവള്ളി കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം അവന്മാർ എൻ്റെ 1000 വരുന്നവിടെ അവന്മാരെ തല ഞാൻ തല്ലി പൊളിക്കും. എനിക്ക് അമ്മമാര് ദേഷ്യം വന്നിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടല്ലേ ഗൈസ്, ഞാൻ വളരെ ഇതിട്ട് കാര്യമായിട്ടാണ് അത് ചെയ്തത്. അന്നേരത്തേക്ക് അവന്മാരത് കുളമാക്കി തന്നു. അയ്യോ, അയ്യോ, എന്നാളെന്നാ, ഞാൻ വീണ്ടും വരും. എടേ വേഗം പോയി ഡയമണ്ട് എടുത്ത് ബെഡ് മറ്റേ അയൺ എടുത്തിട്ട് ബെഡ് കവർ ചെയ്യാൻ നോക്ക്. നീ നാട് വിടാൻ പോവാതെ. എവിടെ നീ എൻ്റെ ടീമിൽ തന്നെ ഉള്ളതാണോ? അതെ നാണം കെടുത്താൻ വേണ്ടി ഉണ്ടാകണോ? പോയി ബെഡ് കവർ ചെയ്യടാ. 5 എണ്ണം എനിക്ക് കിട്ടണം. പോയി വേഗം ബെഡ് കവർ ചെയ്യാൻ നോക്ക്. നമ്മുടെ ബെഡ് കവർ ചെയ്യാൻ നോക്ക്. 4 എണ്ണമല്ല 5 എണ്ണം വേണമല്ലോ അല്ലേ? ഓക്കെ, എവിടെടാ കടക്കാരൻ? അവിടെ അല്ലേ കടക്കാരനുള്ളത്? ഓക്കെ, 5 ഗോൾഡ് വേണം. വേഗം പോയി ബെഡ് കവർ ചെയ്യാൻ നോക്കാം. നീ തന്നെ ചെയ്യ്. മൊത്തം എനിക്ക് തന്നെ തിരിച്ചു തരുവാണോ? എന്നാ ക്യൂ താങ്ക് യു പറയാം എന്നോടല്ലേ? ആരോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. ആഹാ, അങ്ങനെയാണ് കളി. അങ്ങനെ വാ. നമ്മൾക്ക് വരാനുള്ള സകല വഴിയും ക്ലോസ് ചെയ്ത് വെക്കണം. ബെഡ് കവറിട്. അമ്മ രാവഴി തന്നെ ഉള്ളും വരികയില്ല. ഇനി ഇവിടെയും കൂടെ ക്ലോസ് ചെയ്ത് വെക്കാം.
അയ്യോ അയ്യോ, ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല. ആ വട്ടം കണ്ടിട്ടില്ല. ബെഡ് കവർ ചെയ്തപ്പോൾ കാമാടന്മാർ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എന്നാ പിന്നെ സൂക്കാളാനൊക്കെ. എവിടെയാണ്? വേറെയാം 3 എണ്ണം കൂടെ ഉള്ളു ബാക്കി. ഞാൻ എവിടെയാടാ? അയ്യോ. ഞാൻ മേളിൽ നിന്ന് താഴെ വീണു, പക്ഷെ ചത്തു. പക്ഷെ മേളിൽ വന്നില്ല. ഇനി 21 മിനിറ്റ് കൂടെ ഉണ്ട്. 3 ബെഡും കൂടെ ഉള്ളു. ദൈവമേ, ഞങ്ങളുടെ ടീം ജയിക്കണേ. ഞാൻ സ്ക്വാഡാണ് കളിച്ചിരിക്കുന്നത്. അവന്മാരിങ്ങനെ ആ വട്ടനിങ്ങ് ബ്ലൂ ബെഡ് പൊട്ടി. ഇനി ഒറ്റ ഒരെണ്ണൂടെ ഉള്ളൂ. എൻ്റെ ബെഡ് പണ്ടേ പൊട്ടി. ഇവന്മാർ ഇതിലും വഴി കയറിയാണ് എൻ്റെ ബെഡ് പൊട്ടിച്ചത്. ഇതാണ് എൻ്റെ സ്ക്വാഡാണ്. സ്മൃതി ഭായ്, സുമിത്ത് ഭായ്, എന്നാ ഭായിയെങ്കിലും ആയിക്കോട്ടെ. പണി ഇരന്ന് വാങ്ങി തന്നില്ലേ നമുക്ക്. ഇവിടെയാണ് റെഡ് ബെഡ് ഉള്ളത്. പക്ഷേ റെഡ് ബെഡ് ഉള്ളവന്മാരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവന്മാർ ഇതൊക്കെ വെച്ചാൽ കവർ ചെയ്തേക്കുന്നത്. എടാ, നീയാടാ ഞങ്ങളെ കൊന്നത്. ഞാൻ പോവുകയാണ് എങ്ങോട്ടാണെന്നറിയാതെ. നീ 2 ബെഡ് കൂടെ ഇനിയുള്ളൂ. അത് പൊട്ടുമ്പോഴത്തേക്കും കളി തീർന്നോളും. എനിക്കാണെങ്കിൽ ബെഡ് വാറൊന്നും കളിച്ച് വലിയ ശീലമില്ല. ഞാൻ സർവൈവൽ മാത്രമേ കളിക്കാറുള്ളായിരുന്നു. അത് ബ്ലൂ ബെഡ്, അത് പൊട്ടി. ഇവിടെ എമറാൾഡാണോ വീഴുന്നത്? അവന്മാർ ഇതിൽ കയറിയാ വന്നതല്ലേ? ഇതും പൊട്ടി. എല്ലാവരും ചത്ത. ഇനി 2 ബെഡും കൂടെ ഉള്ളു ഗായ്സ്. 2 ബെഡ് കൂടെ. അതാണ് നമ്മുടെ ടീമാണ്. അവൻ നമ്മളെ ടീമിനെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇതിലെ വരണത്. അയ്യോ, അതേ പോയി. ചത്തേ. ദേ ഈ പച്ച ബെഡ് കൂടെ ഇനി പൊട്ടിച്ചാൽ മതി. അത് നമ്മുടെ സ്ക്വാഡ് തന്നെയാണോ? ഇവിടെ ഗോൾഡാണ് വീഴുന്നത്. ഗോൾഡ് വായണം. ഇവിടെ ഉള്ളവന്മാർക്കെല്ലാം ഗോൾഡ് വീഴുന്നത്. എന്നാ കളിയാണ് ഇത്? അവിടെ റെഡ് ബെഡ് ഉണ്ട്. ഒരു ഗ്രീൻ ബെഡും ഒരു റെഡ് ബെഡും കൂടെ പൊട്ടിച്ചാൽ മതി. ഇവന്മാർ ഭയങ്കര കില്ലാടികളാണ്. ഇവന്മാരുടെ ബെഡ് വലിയ ഡീപ് സെറ്റിൻ്റെ. ഇനി 2 ബെഡ് കൂടെ പൊട്ടിയാൽ മതി. ഇനി എന്ന് പൊട്ടും ഗായ്സ്? ഇവിടെ പൊരിഞ്ഞടി. അയ്യോ, കുറേ പേരുടെ സാധനമൊക്കെ ഡ്രോപ്പായി പോയി. ഗോൾഡ്. നമ്മളവിടെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടോ? ഒരു മിനിറ്റ്. നമുക്കവിടെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടെങ്കിൽ ആൻ്റെ സാധനമെല്ലാം ഉണ്ടാക്കാമല്ലോ ഗൈസ്. അയ്യോ, വെറുതെ അല്ല. അടി കാണാം. നമ്മളെ മഞ്ഞസ്ഥാനം അവിടെ പോയി. മഞ്ഞസ്ഥാനിൽ ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അയ്യോ, ഉണ്ടായിരുന്നു. ഇവിടെ നയം പെറുക്കി അവിടെ ചെന്ന് അയണിൻ്റെ ആർമർ ഉണ്ടാക്കിയിട്ട് മതിയായിരുന്നു ഈ വൂള് മേടിക്കൽ. അയ്യോ, ഇനി ഒറ്റ ബെഡ് കൂടെ ഉള്ളു. അവന്മാരുടെ മുടിഞ്ഞ ബെഡ് കൂടെ പൊട്ടിച്ച് കിട്ടിയാൽ ഓക്കെ ആക്കിയിട്ട്. ഈ റെഡ് ബെഡ് പോകുന്ന വഴി ഏതാണ്? ഇതാണ്. 18 മിനിറ്റ് കൊണ്ട് 2 1 ഒരെണ്ണം എത്ര സെക്കൻഡ് കൊണ്ട്? 2 1 8 സെക്കൻഡ് കൊണ്ട്. പട്ടി. ഡയമണ്ടിൻ്റെ വാള് കിട്ടണമെങ്കിൽ അതിലേ പോയാലേ ഒക്കുള്ളൂ. അയ്യോ, എനിക്ക് പറക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി.
എൻ്റെ സ്ഥലം ഒരുമാതിരി ഊള സ്ഥലം ഇപ്പോൾ ഇവർക്കൊക്കെ നല്ല അടിപൊളി. ഒറ്റൊരു ബെഡ് കൂടെ ഉള്ളൂ. ഞമ്മൻ്റെ 7 കൊണ്ടൊക്കെ പൊട്ടിച്ച്. അത് ഒറ്റൊരു ബ്ലോക്കിൻ്റെ വ്യത്യാസത്തിൽ. ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഒന്നും പറ്റില്ല. എടേ എന്തുവാ ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ ബെഡ് വാർ അന്തസ്സായിട്ട് തോറ്റ നിലയ്ക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കാം. അല്ലേ ഗൈസ്? നമുക്ക് ഈ പോർട്ടൽ കൂടെ ചാടിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും ഹൈവിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ബെഡ് വാർ കളിക്കുന്നില്ല. സ്കൈ വാർ ജസ്റ്റ് ബിൽഡ് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലേ ഗൈസ്? വല്ലാത്തൊരു കുട്ടിക്കാല ഓർമ്മ. നമുക്കെന്നാൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് നോക്കാം. എന്നാലും ഗൈസ്, ഞാൻ സർവൈവൽ അത്യാവശ്യം നല്ല പ്രോ ആണെങ്കിൽ പോലും, ചുമ്മാ പറയാനാണ്, അത്രയ്ക്ക് വലിയ പ്രൊയൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം കളിക്കുമെങ്കിലും ഞാൻ ബെഡ് വാറിൽ വലിയൊരു പൊട്ടനാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് കയറി കളിച്ച് നോക്കാം. ഹൈഡ് ആൻഡ് സീക്ക് തന്നെയാണ് കൊച്ചുപിള്ളേരല്ല പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് കയറുക ഗൈസ്. സർവർ ഹൈഡ് ആൻഡ് സീക്ക് ക്ലിക്ക് പ്ലേ. ഓക്കെ, ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ, ഇതേതാണ് സർവർ? ഇതേ കളിച്ചിട്ടില്ല ഗൈസ്. 15 സെക്കൻഡ് കൊണ്ട് ഗെയിം സ്റ്റാർട്ടാവും. ഇതിനാ ചുറ്റി കറങ്ങി നടക്കുന്നില്ലായിരുന്നു. ഹായ്, എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, ഡാർക്ക് ഓക്ക് സ്റ്റെയർ. ഓക്കെ, സ്റ്റെയറിനടി വിളിച്ചിരിക്കുന്നത് നല്ലത്. 5 4 ഹലോ ഗൈസ്. ഇതെങ്ങനെയാണ് കളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്. അയ്യോ, ഇതിലും ഞാൻ തോറ്റോ? കളി എനിക്ക് മനസ്സിലായി. ഇതെന്നാ വണ്ടിയോ? ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ വിളിച്ചു ഗൈസ്. ഇതാണ് കണ്ടുപിടിക്കുന്ന ആള്. ഗൈസ്, വെട്ടിക്കൊല്ലുക ചെയ്ത് കണ്ടുപിടിച്ചിട്ട്. ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഹൈഡനാണ്. വിസിബിൾ ആകുമ്പോഴും ഹൈഡൻ ആകുമ്പോഴും മനസ്സിലാവും. ഒളിച്ചു. എനിക്ക് വാൾ കിട്ടി. ഓക്കെ ഗൈസ്, ഒളിച്ച്. ഗൈസ്, ഇത് ഇച്ചിരി എളുപ്പമുണ്ട് ഗൈസ്. കളി എനിക്ക് മനസ്സിലായില്ലെങ്കിലും. അവനെ വെട്ടിക്കൊല്ലണം ഗൈസ്. ആ ഒളിച്ചു കളി മാത്രമല്ല. അയ്യോ, എന്നെ പൂട്ടിയിട്ടു ഗൈസ്. എനർജി തീരാറായിട്ടില്ല. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ആളായി ഇപ്പോൾ.
കുഴപ്പമില്ല ഗൈസ്. ഇനി ഞാൻ അവനെ ചെന്ന് കൊല്ലണം. അങ്ങനെയാണ് ഇപ്പോൾ രീതി. ബെഡ് വാറിനെ കഴിഞ്ഞ് നല്ലതാണ് ഗൈസ്. അമ്മാരോടെ പോയി. ഇതന്നെ ആംബുലൻസോ? ബ്രോ ബ്രോ അവനെ എനിക്ക് കൊല്ലാൻ പറ്റും തോന്നി. ഇതല്ല, ഇതൊന്നുമല്ല ഗൈസ്. ഇതാനും ഇനി ഓക്ക് സ്റ്റെയർ അവിടെ കണ്ടാലും അപ്പം തീരും. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കട്ടെ. ബ്ലാ 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 ബ്ലാ. ഇനി എത്ര പേരോടെ ഉണ്ട്? ഒരാളും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടുപിടിക്കാൻ പാടി. ഒരു മിനിറ്റ്. ഇതാണോ ഇനി? 10, 9, 8. ഗെയിം ഓവർ. ഓക്കെ. ഒളിച്ച് കളിക്കാർ ജയിച്ചു. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ കളിക്കാം. എന്നെ തോപ്പിച്ചിട്ട് എവിടെ നിന്ന് പടക്കം പൊട്ടിക്കുന്നു? ഗെയിം 17 മിനിറ്റ് കൊണ്ട് വീണ്ടും സ്റ്റാർട്ടാവും. ഹേയ് മെലൺ മോസി കോബിൾ സ്റ്റോൺ. ഓക്കെ. മല്ലൂരിന് ഗെയിമിങ്ങോ? അല്ല, തോന്നിയത്. സ്ഥലത്തെത്തി. കുറേ നേരം ഇരിക്കാം ഗൈസ്. കുറേ നേരം കണ്ടു കഴിഞ്ഞാൽ മാത്രം ഓടുക. ഇനി എന്നെ വായിക്കകത്തേക്ക് ചെന്നിട്ട് വീണ്ടും ഓടാം. ഇനി 1 മിനിറ്റ് ഗൈസ്, 1 മിനിറ്റ്.
ഗായ്സ് സ്നീക്കേഴ്സ് അവിടെ തന്നെ ഉണ്ട്. സ്നീക്കേഴ്സ് അല്ല, കണ്ടുപിടിക്കുന്ന ആൾക്കാർ. സോറി. ഈ ഗെയിം ജയിച്ചിട്ട് നമുക്ക് കളി ഇവിടെ വീഡിയോ എൻ്റെ ആക്കാം. സമയം തീരാറായിക്കൊണ്ടിരിക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ള. RL ന്യൂബ്ലൈസ് കണ്ടുപിടിക്കാൻ വരുന്ന ആൾക്കാരുടെ പേര്. രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് സമയം. കാത്തിരിക്കാം ഗായ്സ്, കാത്തിരിക്കാം. ഒരു ലെവലായിട്ടുണ്ട് എനിക്ക്. ഒരു മിനിറ്റ് കൂടി നമുക്കൊരു കമാൻഡ് അടിക്കാം ഗൈസ്. യു ഡെയർ ഫൈൻഡ് മീ. അയ്യോ, കമാൻഡ് അല്ലല്ലോ, ഞാൻ ചാറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഗായ്സ് അടുത്തടുത്ത് സ്നീക്കേഴ്സ് അല്ല, സ്നീക്കർ കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. പക്ഷെ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഒളിച്ചിരിക്കുകയാണ്, അതോരെ വായി തന്നെ. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത ഇപ്പോൾ എൻ്റെ കുഴപ്പമല്ല. ആ 56 സെക്കൻഡും കൂടെ ഉള്ളു ഇനി കളി തീരാൻ. കളി നമ്മൾ ജയിക്കും ഗൈസ്. ഞാനിവിടെ വടി പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പം പൊട്ടു. തീരാൻ സമയമില്ല ഗൈസ്, വേഗം തീരും. ഇപ്പം തന്നെ തീരും ഗൈസ്. അവനിട്ട് ഓടിച്ചിട്ട് എല്ലാം പോണു ഗൈസ്. മോളെ പോക്ക് കണ്ടോ? 21 സെക്കൻഡ് കൂടെ ഉണ്ട്. 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ടിങ്. ഓക്കെ, ഞാൻ ജയിച്ചു. ഗൈസ് ഓണടിച്ച് അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ജയിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ബെഡ് വാർ തോറ്റെങ്കിലും നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് അങ്ങോട്ട് ജയിച്ചു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഗെയിം എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടെക്നിക്കലി സീജ്. പിന്നെ ഗൈസ് ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ.